അപ്പോൾ നമുക്ക് ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആയിട്ട് വേർതിരിച്ചിരിക്കും. ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ആതുര സേവന രംഗത്ത് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ പോലും വീട്ടിലെ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഡോക്ടർമാരും ചെയ്യണം നമുക്ക് വേണ്ടി ചികിത്സിക്കാൻ പറ്റും. ഞാൻ രാവിലെ കുറേ ഡോക്ടർമാർക്ക് ഞാൻ മെസ്സേജ് ഡോക്ടർമാരല്ലേ ഹൃദയം കൊണ്ട് സ്നേഹം പങ്കിടുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചിന്താ വിഷയം. അപ്പം അങ്ങനെ എല്ലാ തീമുകൾക്കും എല്ലാ ഡേയ്ക്കും ഓരോ തീമും അല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ കഴുകാൻ? ഇങ്ങനെ കഴുകാൻ എന്താ? നഖത്തിന്റെ ഇടയിൽ ഉള്ള അഴുക്ക് പോകാനും പിന്നെ ഉള്ളം കയ്യിലുള്ള അഴുക്ക് പോകും. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു അല്ലേ? നമ്മൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ സെൻട്രൽ ഭാഗത്തുള്ളത് പോകില്ല, കൈയുടെ രണ്ടിൻ്റെ ഇടയിലുള്ളത് പോകും. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്ത് അത് കഴിയും. മനസ്സിലായ 6 ടൈപ്പാണ് കഴിയും. അത്യാവശ്യം എനിക്കറിയാം. അത് അങ്ങനെ മുഴുവൻ എല്ലാ സ്റ്റെപ്പും അസുഖം ചിലപ്പോൾ ഉണങ്ങാത്ത മുഴുവായിരില്ല. ചിലപ്പോൾ ഡെങ്കിപ്പനി എന്ന് പറയും, ഡെങ്കി ഭക്ഷണം ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവും, മഞ്ഞപ്പിത്തം ഉണ്ടാവും. അങ്ങനെയുള്ള അസുഖങ്ങളിലൊക്കെ ഒരു സിംറ്റംസ് ആണ് ഈ പനി എന്ന് പറയുന്നത്. അങ്ങനെ അസുഖം നമ്മുടെ കഫക്കെട്ട് എന്ന് പറയും. അതായത് വയറുകളിയോട് കൂടിയിട്ടുള്ള ലൂസായിട്ട് ഞാനത് പറയുന്നത്. അത് നമ്മളിവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ ഡയറിയ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മഴക്കാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ്. മഴക്കാലത്ത് എന്തൊക്കെ അസുഖങ്ങളുണ്ടാവും? ചിലപ്പോൾ ഉണങ്ങാത്ത മുറിവായിരിക്കാം. ചിലപ്പോൾ ഡെങ്കിപ്പനി എന്ന് പറയും, ഡെങ്കി പനിയുടെ ഇൻഫെക്ഷൻ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവും.